2007 തലസ്ഥാനത്തെ നടുക്കിയ അനീഷ് വധക്കേസും 2009 കഴക്കൂട്ടം സുൽഫിക്കർ കൊലപാതകവും ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. ഈ രണ്ടു പേരെയും കൊലപ്പെടുത്തിയത് റൗഡി ലിസ്റ്റിൽപ്പെട്ട മുറിഞ്ഞപാലം സ്വദേശി ഷിജുവാണ്. എന്നാൽ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഷിജു പിന്നീട് നാടുവിട്ടു. പോലീസ് സംസ്ഥാനത്തും വിദേശത്തുമെല്ലാം അയാളെക്കുറിച്ച് അന്വേഷിച്ചു. ഒടുവിൽ 16 വർഷത്തിന് ശേഷം പ്രതി വീണ്ടും പിടിയിലായിരിക്കും. 2 കൊലപാതക കേസുകളിൽ ജാമ്യമെടുത്ത് വിദേശത്തേക്ക് മുങ്ങിയ പ്രതിയെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം മുറിഞ്ഞപാലം സ്വദേശിയും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളുമായ ഷിജുവിനെയാണ് പോലീസ് പിടികൂടിയത്. 2 കൊലപാതക കേസിൽ ജയിലിൽ കിടന്നതിന് ശേഷം ജാമ്യമെടുത്ത് ഇയാൾ കുവൈറ്റിലേക്ക് മുങ്ങുകയായിരുന്നു. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോഴാണ് പ്രതി പിടിയിലായത്. ഷിജുവിനെ കഴക്കൂട്ടം പോലീസിന് കൈമാറി. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അനീഷ് വധക്കേസിലും 2009 കഴക്കൂട്ടത്തെ സുൽഫിക്കർ വധക്കേസിലും ഇയാൾ പ്രതിയാണ്. ഇതിൽ 2009 സുൽഫിക്കർ വധത്തിൽ അറസ്റ്റിലായതിനു ശേഷം ജാമ്യത്തിലിറങ്ങി വിദേശത്തേക്ക് മുങ്ങുകയായിരുന്നു. പിന്നീട് ഷിജുവിനെ പറ്റി യാതൊരു വിവരവും പോലീസിന് ലഭിച്ചിരുന്നില്ല. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ഷിജുവിന്റെ പാസ്പോർട്ട് നമ്പർ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ മാസം ഷിജുവിന്റെ പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞു എന്ന വിവരവും പോലീസിന് ലഭിച്ചു. തുടർന്ന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കഴക്കൂട്ടം പോലീസിന്റെ നടപടിക്രമങ്ങൾക്ക് ശേഷം മെഡിക്കൽ കോളേജ് പോലീസും ഷിജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.